രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഉപാധികളോടുകൂടിയാണ് മുൻകൂർ ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കരുത്, എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഉപാധികളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി 12-13 ദിവസം ഒളിവിലായിരുന്ന ഒരു ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇനി ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഐഷത്തുൽ ഷംന കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. എന്താണ് ലഭ്യമാകുന്ന സൂചനകൾ ഐഷത്തുൽ ഷംന? രജിത്ത്, അത് തന്നെയാണ്. ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായ ഒരു തീരുമാനമുണ്ടായാൽ രാഹുൽ എന്തായാലും നാളെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിരുന്നതും. ഒപ്പം തന്നെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രാഹുലിന് വോട്ട് ഇവിടെയാണ് 24-ാം വാർഡിൽ ബൂത്ത് നമ്പർ 2-ലാണ് നാളെ രാഹുൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഈ കോടതിയിൽ നിന്നും ഒരു ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു അനുകൂല നടപടി ഉണ്ടായാൽ സാധാരണ രാഹുൽ എത്തും, വോട്ട് ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴും ആ ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നതും. എന്തായാലും ഈ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന ഒരു അടിസ്ഥാനത്തിൽ രാഹുൽ എന്തായാലും നാളെ എത്തും. നാളെ എത്തിയാലും ഇല്ലെങ്കിലും അത് രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഒരു എംഎൽഎ 2 ആഴ്ചയായി അയാൾ ഒളിവിൽ കഴിയുന്നു. ഒപ്പം തന്നെ ഈ കോടതി ജാമ്യം നൽകിയിട്ട് പോലും അയാൾ വോട്ട് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ വാർത്തയാണ്. അതേസമയം തന്നെ രാഹുൽ എത്തുകയാണെങ്കിലും ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ, പുറത്തു വന്ന ഓഡിയോകളെ കുറിച്ചടക്കം ചോദിക്കുമ്പോൾ പരാതി എവിടെ എന്ന് മറുചോദ്യം കൊണ്ട് പ്രതിരോധം തീർത്തിരുന്ന ഒരു എംഎൽഎ പരാതി വന്ന അന്ന് മുതൽ കാണാതായതാണ്. പിന്നീട് മണ്ഡലത്തിലെ ജനങ്ങളാരും എംഎൽഎ കണ്ടിട്ടില്ല. UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായി അതുവരെ പ്രചാരണം നടത്തിയിരുന്ന ഒരു എംഎൽഎ ആയിരുന്നു. പരാതി വന്നതിനെ തുടർന്ന് പിന്നീട് കാണാതാവുന്നത്. 2 ആഴ്ചയോളമായി ഒളിവിലാണ്. അപ്പോൾ നാളെ എത്തുകയാണെങ്കിൽ അതും വലിയ വാർത്തയാണ്. എന്തായാലും രാഹുൽ നാളെ എത്തും, വോട്ട് ചെയ്യാൻ മണ്ഡലത്തിൽ ഉണ്ടാകും. ഈ വാർഡുകളിൽ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും രാഹുൽ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. റിജിത്ത്, പരാതി വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തടക്കം അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. എവിടെയാണെന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിലൊക്കെ എന്താണ് തീരുമാനം എന്നത് നോക്കിക്കൂടി തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം പോയി എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. നേരത്തെ തന്നെ ആദ്യ കേസിൽ നോട്ട് ടു അറസ്റ്റ് നിലനിൽക്കുന്നതിനാൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വെളിച്ചത്തേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നത്, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർനീക്കം എന്നതൊക്കെ ശ്രദ്ധേയം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരപ്രകാരമാണെങ്കിൽ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകാതെ എത്താൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ നാളെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ അല്പം കൂടി ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ് ഈ രണ്ടാമത്തെ കേസ്. അതിൽ തന്നെ പെൺകുട്ടി നൽകിയ മൊഴി, അതിലെ വിവരങ്ങളൊക്കെ വലിയ ഞെട്ടൽ നമുക്ക് ഉണ്ടാക്കിയതാണ്. ക്രൂര ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നുള്ള കാര്യം ഈ പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് അത് സംബന്ധിച്ച മൊഴികൾ നൽകിയിട്ടുണ്ട്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം നടത്തി, കരഞ്ഞു പറഞ്ഞിട്ടും തന്നെ ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അതിജീവിത മൊഴിയായി നൽകിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്നുള്ള നിലപാട് അറിയിച്ചു. അങ്ങനെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള മൊഴിയാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. അത് അന്വേഷണ സംഘം സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ്. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടരുത് എന്ന നിർദ്ദേശം ഈ ഉപാധികളിൽ പ്രധാനമാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.